എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തീർച്ചയായും മുഴുവനായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം ചൈനയാണ്. ലോകത്തിലാദ്യമായി ടൈപ്പ് 1 പ്രമേഹ രോഗത്തെ ഭേദപ്പെടുത്തിയ ചികിത്സാരീതി കണ്ടെത്തിയ രാജ്യം. കേരളത്തിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത് വാഴമുട്ടത്താണ് കേരളത്തിലെ ആദ്യത്തെ ഭവന പാർക്ക് നിലവിൽ വരുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന സജീവമായ സ്ട്രാറ്റോ വോൾക്കാനോ ഓജോസ് ഡെൽ സലാഡോയാണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന സജീവമായ സ്ട്രാറ്റോ വോൾക്കാനോ. കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇൻ്റർനെറ്റ് അവതരിപ്പിച്ച കമ്പനി സ്പേസ് എക്സ് ആണ്. സ്റ്റാർലിങ്ക് മിനി എന്ന കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഉപഗ്രഹ ഇൻ്റർനെറ്റ് സംവിധാനം അവതരിപ്പിച്ച കമ്പനി. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ചത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. വെള്ളത്തിൽ നിന്നും മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനുള്ള പ്രത്യേക ഹൈഡ്രോജെൽ വികസിപ്പിച്ചത്. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാകുന്ന സ്മാർട്ട് കൃഷിരീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിൻ്റെ അംഗീകാരമുള്ള പദ്ധതി കേര പദ്ധതിയാണ്. കേരളത്തിലെ 5 ലക്ഷം കർഷകർക്ക് ഗുണമാവുന്ന സ്മാർട്ട് കൃഷിരീതികളിലൂടെ കാർഷിക നവീകരണത്തിനുള്ള ലോകബാങ്കിൻ്റെ അംഗീകാരം ലഭിച്ച പദ്ധതി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ZSI ഗവേഷകർ കേരള തീരത്ത് കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ സ്രാവ് സ്ക്വാലസ് ഹിമ എന്ന ആഴക്കടൽ സ്രാവിനെയാണ് ZSI സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഗവേഷകർ കേരള തീരത്ത് നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ആഴക്കടൽ സ്രാവ്. ദേശീയ കായികവേദിയുടെ 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത് PR ശ്രീജേഷ്, KK സന്തോഷ്. PR ശ്രീജേഷും KK സന്തോഷുമാണ് ദേശീയ കായികവേദിയുടെ 2024 ഉമ്മൻചാണ്ടി പുരസ്കാരം നേടിയത്. 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകവും കടലുണ്ടി വില്ലേജുകളുമാണ് 2024 രാജ്യത്തെ മികച്ച ടൂറിസം വില്ലേജിനുള്ള പുരസ്കാരം നേടിയത്. ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ആദ്യ നഗരം ഹേഗ്. നെതർലൻഡ്സിലെ ഹേഗാണ് ഫോസിൽ ഇന്ധനങ്ങളുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരോധിച്ച ആദ്യ നഗരം. ഇന്ത്യയിലെ ആദ്യ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത് കണ്ണൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കപ്പാസിറ്റർ നിർമ്മാണ കേന്ദ്രം നിലവിൽ വരുന്നത്. വനിതാ പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി ജ്വാല പദ്ധതിയാണ്. വനിതാ പോലീസിൻ്റെ നേതൃത്വത്തിൽ അതിക്രമങ്ങൾക്കെതിരെ പോരാടാൻ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രതിരോധ മുറകൾ പരിശീലിപ്പിക്കുന്ന പദ്ധതി. BCCI നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബംഗളൂരുവിലാണ് BCCIയുടെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇന്ത്യയിലാദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശാണ് ഇന്ത്യയിലാദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയത് TS രാധാകൃഷ്ണനാണ് 2024 ജന്മാഷ്ടമി പുരസ്കാരം നേടിയത്. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം സ്വീഡനാണ്. ISROയുടെ വീനസ് ഓർബിറ്റർ മിഷനിൽ പങ്കുചേരുന്ന രാജ്യം. രജിസ്റ്റർ ചെയ്ത തപാൽ സേവനങ്ങൾക്കും കൊറിയർ സേവനങ്ങൾക്കും ചുമത്തുന്ന ചരക്ക് സേവന നികുതി 18%. 18% രജിസ്റ്റർ ചെയ്ത തപാൽ സേവനങ്ങൾക്കും
കൊറിയർ സേവനങ്ങൾക്കും ചുമത്തുന്ന ചരക്ക് സേവന നികുതി. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്ര, ഉത്തം സിംഗ്. 2022 പുരസ്കാരം ഉത്തം സിംഗിനും 2023 പുരസ്കാരം KS ചിത്രയ്ക്കുമാണ് ലഭിച്ചത്. മധ്യപ്രദേശ് സർക്കാരിൻ്റെ ദേശീയ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് KS ചിത്രയ്ക്കും ഉത്തം സിംഗിനുമാണ്. 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത് ജോൺ ഹോപ്ഫീൽഡ്, ജെഫ്രി ഹിൻഡൺ. ജോൺ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണുമാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയായത് ഹാൻകാങ് ആണ് 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹയായത്. 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനത്തിന് അർഹരായവർ വിക്ടർ ആംബ്രോസ്, ഗാരി റൂക്കുൺ. വിക്ടർ ആംബ്രോസും ഗാരി റൂക്കുണ്ണുമാണ് 2024 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് അർഹരായത് ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ. ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നിവർക്കാണ് 2024 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. 2024 സമാധാന നൊബേൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടന നിഹോൺ ഹിഡാൻക്യോ എന്ന സംഘടനയാണ് 2024 സമാധാന നൊബേൽ സമ്മാനത്തിന് അർഹത നേടിയ സംഘടന. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് 2024 ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത് ഇന്ത്യയാണ്. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് 2024 ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും കിരീടം നേടിയത്. 2025 ഓസ്കർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ഹിന്ദി ചിത്രം ലാപത ലേഡീസ്. കിരൺ റാവു സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായ ലാപത ലേഡീസ് ആയിരുന്നു 2025 ഓസ്കർ പുരസ്കാരത്തിലെ മികച്ച വിദേശ ഭാഷാ സിനിമയ്ക്കുള്ള മത്സര വിഭാഗത്തിലെ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി നേടിയ ചിത്രം. അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ് മദർ മേരി കംസ് ടു മീ ആണ് അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പ്. 2024 ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത് ഇന്ത്യയാണ് 2024 ലോക ജൂനിയർ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായത്. സംസ്ഥാനത്തെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത് കോട്ടയത്തെ കടപ്പൂരിലാണ് സംസ്ഥാനത്തെ ആദ്യത്തെ പക്ഷി പഠന കേന്ദ്രം നിലവിൽ വരുന്നത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോൺ FWD-200B ആണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ബോംബർ ഡ്രോൺ. കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ ഹിൽകോൾ എന്ന വാക്സിനാണ് കോളറ പ്രതിരോധിക്കുന്നതിനായി ഭാരത് ബയോടെക് വികസിപ്പിച്ച വാക്സിൻ. 2024 ഫിഫ ഫുട്സാൽ ലോകകപ്പ് ജേതാക്കൾ ബ്രസീലാണ് 2024 ഫിഫ ഫുട്സാൽ ലോകകപ്പ് ജേതാക്കൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത് എവിടെയാണ്? ലഡാക്കിലെ ഹാൻലെയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനിയായ മെയ്സ് സ്ഥാപിതമായത്. ISRO വിക്ഷേപിച്ച ഏത് റോക്കറ്റിൻ്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്? PSLV C-37. ISRO വിക്ഷേപിച്ച PSLV C-37 എന്ന റോക്കറ്റിൻ്റെ മുകൾ ഭാഗമാണ് 2024 തിരിച്ചിറക്കിയത്. ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം കേരളമാണ് ആംബുലൻസ് സേവനങ്ങൾക്ക് ഏകീകൃത നിരക്ക് നിശ്ചയിച്ച സംസ്ഥാനം. കേരളത്തിൽ തുടക്കമിട്ട പുതിയ മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്ത നവകേരളം 2.0. മാലിന്യമുക്ത നവകേരളം 2.0 കേരളത്തിൽ തുടക്കമിട്ട പുതിയ മാലിന്യമുക്ത ജനകീയ ക്യാമ്പയിൻ.
സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനം? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി, NIOT. സമുദ്രയാൻ പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ള സ്ഥാപനമാണ് NIOT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി. 2025 ഓസ്കറിലേക്ക് UK ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രിട്ടീഷ് ഇന്ത്യൻ ചിത്രം? സന്തോഷ്. സംവിധാനം സന്ധ്യ സൂരി. സന്തോഷ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ ചിത്രമാണ് 2025 ഓസ്കറിലേക്ക് UK ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം. കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് അധ്യാപക ഫോറവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി ദീപ്തി ബ്രെയിൽ. ദീപ്തി ബ്രെയിൽ പദ്ധതിയാണ് കാഴ്ച പരിമിതർക്ക് വിദ്യാഭ്യാസ പിന്തുണ നൽകാൻ സാക്ഷരതാ മിഷൻ ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്സ് അധ്യാപക ഫോറവുമായി ചേർന്ന് നടപ്പാക്കുന്ന പദ്ധതി. ആര് രൂപീകരിച്ച സാമൂഹിക സംഘടനയാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള? PV അൻവർ. PV അൻവർ രൂപീകരിച്ച സാമൂഹിക സംഘടനയാണ് ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള. വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന 48ാമത് വയലാർ പുരസ്കാര ജേതാവ്? അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിലിൻ്റെ നോവലായ കാട്ടൂർ കടവിനാണ് പുരസ്കാരം. അശോകൻ ചെരുവിലാണ് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന 48ാമത് വയലാർ പുരസ്കാര ജേതാവ്. 95 വർഷം മുൻപ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച VA മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന ക്വിസ്സ എന്ന കൃതിയുടെ മലയാള മൊഴിമാറ്റം? തിരുവിതാംകൂർ മാല. ലിപിമാറ്റം നടത്തിയത് അബ്ദുൽ മജീദ് നദ്വിയാണ്. തിരുവിതാംകൂർ മാലയാണ് 95 വർഷം മുമ്പ് അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച VA മുഹമ്മദ് മുസ്ലിയാർ എഴുതിയ ബഹുവിശേഷ വിനോദ കീർത്തനം നൂതന ക്വിസ്സ എന്ന കൃതിയുടെ മലയാള മൊഴിമാറ്റം. തിരുവനന്തപുരം പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കുള്ള 2023 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത്? യു ആതിര. യു ആതിരയുടെ പുസ്തകമായ മഞ്ഞുരുകുമ്പോൾ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. യു ആതിരയ്ക്കാണ് തിരുവനന്തപുരം പട്ടം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള യുവ വൈജ്ഞാനിക എഴുത്തുകാർക്കുള്ള 2023 മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ലഭിച്ചത്. വ്യാവസായിക ആൽക്കഹോളിൻ്റെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്ന് വിധിച്ച കോടതി? സുപ്രീം കോടതി. സുപ്രീം കോടതിയാണ് വ്യാവസായിക ആൽക്കഹോളിൻ്റെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിയന്ത്രണാധികാരം സംസ്ഥാനങ്ങൾക്കുണ്ടെന്ന് വിധിച്ച കോടതി. ചന്ദ്രനിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്? യൂറോപ്യൻ സ്പേസ് ഏജൻസി, ESA. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് ചന്ദ്രനിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള മൂൺലൈറ്റ് ലൂണാർ കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് നാവിഗേഷൻ സർവീസസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ്? CV ബാലകൃഷ്ണൻ. CV ബാലകൃഷ്ണനാണ് പ്രണയകാലം എന്ന കഥാസമാഹാരത്തിൻ്റെ രചയിതാവ്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം? കുറ്റിച്ചൽ. കുറ്റിച്ചലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ട്രൈബൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ഗ്രാമം. ഗവേഷണ രംഗത്തെ മികവിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കൈരളി റിസർച്ച് പുരസ്കാരത്തിൽ ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്? ചാത്തനാത്ത് അച്യുതനുണ്ണി, KP മോഹനൻ, PP ദിവാകരൻ. ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ചാത്തനാത്ത് അച്യുതനുണ്ണിക്കും, സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ KP മോഹനനും, സയൻസ് വിഭാഗത്തിൽ PP ദിവാകരനുമാണ് ഗവേഷണ രംഗത്തെ മികവിന് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ കൈരളി റിസർച്ച് പുരസ്കാരത്തിൽ ഗ്ലോബൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് പുരസ്കാരം ലഭിച്ചത്. 2024 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? കൂഴൂർ വിൽസൺ. കവിതാ സമാഹാരം ഇന്ന് ഞാൻ നാളെ നീയാൻ്റപ്പൻ. കൂഴൂർ വിൽസനാണ് 2024 OV വിജയൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ഫ്രഞ്ച് എംബസിയിലെ 4 പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന M മുകുന്ദൻ്റെ ആത്മകഥ എൻ്റെ എംബസിക്കാലം. എൻ്റെ എംബസിക്കാലം ആണ് ഫ്രഞ്ച് എംബസിയിലെ 4 പതിറ്റാണ്ടുകളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന M മുകുന്ദൻ്റെ ആത്മകഥ. ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരം ലഭിച്ച
നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ ഇന്ദ്രധനുസ്. ഇന്ദ്രധനുസ്സാണ് ചെറുകാട് സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് പുരസ്കാരം ലഭിച്ച നടൻ ഇന്ദ്രൻസിൻ്റെ ആത്മകഥ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.